ശ്രീ എൻ കെ അക്ബർ. സർ, ലേബർ റൂമുകൾ ലക്ഷ്യ നിലവാരത്തിൽ ഉയർത്തുന്നതിൻ്റെ ഭാഗമായി ആശുപത്രിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്? സർ, മാതൃ ശിശു മരണനിരക്ക് കുറയ്ക്കുക, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആപ്തവാക്യം സർ സേഫ് ആൻഡ് റെസ്പെക്റ്റ്ഫുൾ ഡെലിവറി എന്നുള്ളതാണ്. സുരക്ഷിതവും അതോടൊപ്പം തന്നെ ഗർഭിണിയായ വ്യക്തിയുടെ പ്രൈവസി ഉറപ്പുവരുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പാലിച്ചുകൊണ്ടാണ് സർ ഈ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്തുകൊണ്ട് അക്രഡിറ്റേഷന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. സർ, ഇതിൽ പ്രധാനമായി ഒട്ടേറെ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അടിസ്ഥാന സൗകര്യ വികസനം, ഇപ്പോൾ ഞാൻ ഉത്തരത്തിൽ തന്നെ പറഞ്ഞതുപോലെ പ്രൈവസി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടി ക്യൂബിക്കുകൾ രൂപീകരിച്ചുകൊണ്ട് ഓരോ ഗർഭിണിക്കും അല്ലെ ഓരോ സ്ത്രീക്കും സ്വകാര്യത ലഭിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ഇതിൽ വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് സർ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതൃ ശിശു മരണനിരക്ക് കുറയ്ക്കുക എന്നുള്ളതിൻ്റെ ഒരു ഘടകം ഇതാണ്. പ്രസവ സമയത്തുള്ള ഇൻഫെക്ഷനുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനം നൽകുക എന്നുള്ളതാണ്. സർ, ഇതോടൊപ്പം തന്നെ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള നടപടികൾ ആശുപത്രികളിൽ സ്വീകരിക്കുന്നതിനൊപ്പം തന്നെ സംസ്ഥാനം തന്നെ ഒരു ഇനിഷ്യേറ്റീവ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവാണ് സർ. പ്രത്യേകിച്ച് ജനിച്ചു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ പാൽ നൽകുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് വളരെ കൃത്യമായി തന്നെ സംസ്ഥാനത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവും ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്.